ഹായ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് വാക്കുകളാണ്. വളരെ സിമിലർ ആണ് എന്ന് തോന്നും എങ്കിലും ഇത് രണ്ടും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ്. അത് ഏതാണ് ആ വാക്കുകൾ എന്നല്ലേ? അൺലൈക്ക് ആൻഡ് അൺലൈക്ക്ലി. ഇതിൻ്റെ ഓരോന്നിൻ്റെയും മീനിങ്, അതുപോലെ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം അൺലൈക്ക്. അൺലൈക്ക് എന്ന് പറഞ്ഞാൽ നോട്ട് ലൈക്ക്, ഒരേപോലെ അല്ല. നോട്ട് സിമിലർ ടു. ഐ ആം അൺലൈക്ക് യു എന്ന് പറഞ്ഞാൽ ഐ ആം നോട്ട് ലൈക്ക് യു. ഞാൻ നിങ്ങളുടെ പോലെ അല്ല. ഹി ഈസ് അൺലൈക്ക് ഹിസ് ബ്രദർ. അവൻ അവൻ്റെ ബ്രദറിൻ്റെ പോലെ അല്ല. ഹി ഈസ് നോട്ട് ലൈക്ക് ഹിസ് ബ്രദർ. ദേ ആർ അൺലൈക്ക് ദെയർ നൈബേഴ്സ്. അവർ അവരുടെ നൈബേഴ്സിൻ്റെ പോലെ അല്ല, അയൽപക്കക്കാരുടെ പോലെ അല്ല. രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, വിപരീതമായ കാര്യങ്ങൾ പറയുന്നതിനും നമുക്ക് ഇത് ഉപയോഗിക്കാം. റോഹൻ ഈസ് ടാൾ അൺലൈക്ക് ഹിസ് ഫാദർ. റോഹൻ ടോളാണ്, ഉയരമുള്ള ആളാണ്. അൺലൈക്ക് ഹിസ് ഫാദർ, ഫാദറിൻ്റെ പോലെ അല്ല എന്ന്. അപ്പോൾ അതിനർത്ഥം റോഹൻ്റെ ഫാദർ ടോൾ അല്ല എന്നാണ്. റോഹൻ ഈസ് ടോൾ അൺലൈക്ക് ഹിസ് ഫാദർ. അപ്പോൾ റോഹൻ്റെ ഫാദർ ടോൾ അല്ല, റോഹൻ ടോളാണ് എന്നാണ് അതിനർത്ഥം. അൺലൈക്ക് ഹിസ് ഫാദർ റോഹൻ ഈസ് ടോൾ, അങ്ങനെയും പറയാം. അൺലൈക്ക് ആദ്യം നമുക്ക് വയ്ക്കാം. അപ്പോൾ ഒരു കോമ ആ സെൻറ്റൻസിൽ ആവശ്യമാണ്. അൺലൈക്ക് ഹിസ് ഫാദർ എന്ന് കഴിഞ്ഞ് ഒരു കോമ ഇടുക. മീനിങ് ഒന്ന് തന്നെയാണ്. ഐ ആം നോട്ട് ഗുഡ് ലുക്കിംഗ് അൺലൈക്ക് മൈ ഫ്രണ്ട്സ്. ഐ ആം നോട്ട് ഗുഡ് ലുക്കിംഗ്, ഞാൻ ഗുഡ് ലുക്കിംഗ് അല്ല, ഞാൻ കാണാൻ ഭംഗിയുള്ള ആളല്ല. അൺലൈക്ക് മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ പോലെ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ പോലെ അല്ല എന്നാണ്. അപ്പോൾ മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വളരെ കാണാൻ ഭംഗിയുള്ള ആളുകളാണ്. ഐ ആം നോട്ട് ഗുഡ് ലുക്കിംഗ്, ഞാൻ അങ്ങനെയല്ല. ഐ ആം നോട്ട് ഗുഡ് ലുക്കിംഗ് അൺലൈക്ക് മൈ ഫ്രണ്ട്സ്. മേരി ഈസ് ഇൻ്റലിജൻറ്റ് അൺലൈക്ക് ജോൺ. അതല്ലെങ്കിൽ അൺലൈക്ക് ജോൺ മേരി ഈസ് ഇൻ്റലിജൻറ്റ്. അപ്പോൾ അതിനർത്ഥം ജോണിൻ്റെ പോലെ അല്ല, മേരി ഈസ് ഇൻ്റലിജൻറ്റ്. മേരി ഇൻ്റലിജൻ്റ് ആണ്, ബുദ്ധിയുള്ളവളാണ്. ജോൺ അങ്ങനെ അല്ല എന്നാണ് അതിനർത്ഥം. അൺലൈക്ക് ഹിസ് ഫാദർ ജോ ഡസൻ ഡ്രിങ്ക് ആൽക്കഹോൾ. ജോ ഡസൻ ഡ്രിങ്ക് ആൽക്കഹോൾ, ആൽക്കഹോൾ ഉപയോഗിക്കില്ല, കുടിക്കില്ല എന്ന് പറയുന്നുണ്ട്. അൺലൈക്ക് ഹിസ് ഫാദർ എന്ന് പറഞ്ഞു. അപ്പോൾ ഫാദർ അങ്ങനെയല്ല, ഫാദർ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആളാണ്, ജോ അങ്ങനെയല്ല. അൺലൈക്ക് ഹിസ് ഫാദർ ജോ ഡസൻറ്റ് ഡ്രിങ്ക് ആൽക്കഹോൾ. അവിടെയും നമ്മൾ അൺലൈക്ക് ഉപയോഗിച്ചു. രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി വേറൊരു സിറ്റുവേഷൻ, ടിപ്പിക്കലായിട്ടുള്ള ട്രേഡ്സ് എന്ന് പറയുമ്പോൾ സ്വഭാവ ഗുണങ്ങൾ. ഓരോരുത്തർക്കും അവരുടേതായ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോൾ അത് പറയുന്നതിനും നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിലും നമുക്ക് അൺലൈക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, വളരെ പങ്ക്ച്വലായിട്ടുള്ള ഒരാൾ, ഒരു സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആൾ വരുന്നില്ല. അപ്പോൾ നമുക്ക് പറയാം ആൾ ലേറ്റ് ആവുന്നു. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ്സ് അൺലൈക്ക് ഹിം ടു ബി ലേറ്റ്. അയാളുടെ സ്വഭാവം അനുസരിച്ച് വളരെ കൃത്യമായിട്ട് സമയത്തിന് വരുന്ന ആളാണ്, ലേറ്റ് ആവുന്ന ആളല്ല. അതുകൊണ്ട് ഇറ്റ്സ് അൺലൈക്ക് ഹിം ടു ബി ലേറ്റ്. ലേറ്റ് ആവുന്ന അയാളുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമല്ല, പിന്നെന്താ ഇങ്ങനെ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ചോദിക്കുന്നത്. ഇറ്റ്സ് അൺലൈക്ക് യു ടു ബി ക്വയറ്റ്. ക്വയറ്റ് ആവുക മീൻസ് വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുക. ഇറ്റ്സ് അൺലൈക്ക് യു ടു ബി ക്വയറ്റ്. എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ആ ആളോട് നമ്മൾക്ക് ചോദിക്കാം ഇറ്റ്സ് അൺലൈക്ക് യു ടു ബി ക്വയറ്റ്. ഇത് നിങ്ങളുടെ ഒരു സ്വഭാവം അല്ല ക്വയറ്റ് ആയിട്ടിരിക്കുക എന്ന്, എന്നിട്ടും അങ്ങനെ ഇരിക്കുന്നു. അതാണ് ഇറ്റ്സ് അൺലൈക്ക് യു ടു ബി ക്വയറ്റ്. ഇറ്റ്സ് അൺലൈക്ക് ഹെർ ടു കോറൽ. കോറൽ മീൻസ് തല്ലി പിടിക്കുക, വഴക്ക് കൂടുക. ഇറ്റ്സ് അൺലൈക്ക് ഹെർ ടു കോറൽ എന്ന് പറഞ്ഞാൽ അവൾ അങ്ങനെയല്ലല്ലോ. ഒരാൾ, നമ്മൾക്ക് വളരെ അറിയാവുന്ന, വഴക്കിനൊന്നും പോകാത്ത ഒരാൾ, നമ്മുടെ ഒരു ഫ്രണ്ട്, അപ്പോൾ ആളങ്ങനെ വഴക്ക് കൂടി വേറെ ആളോട് തല്ലു പിടിച്ചു എന്നൊക്കെ വേറെ ആളോട് വഴക്ക് കൂടി എന്നൊക്കെ കേൾക്കുമ്പോൾ ഇറ്റ്സ് അൺലൈക്ക് ഹെർ ടു കോറൽ. അവൾ അങ്ങനെയല്ലല്ലോ, എന്നിട്ട് എന്താ എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ചോദിക്കുന്നത്. ഇറ്റ്സ് അൺലൈക്ക് ഹെർ ടു കോറൽ. അപ്പോൾ അൺലൈക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്തത് അൺലൈക്ക്ലി. അൺലൈക്ക്ലി എന്ന് പറയുന്നത് നോട്ട് പ്രോബബിൾ.
സാധ്യതയില്ലാത്തത്, സംഭവിക്കാൻ സാധ്യതയില്ലാത്തത് എന്നാണ് അതിനർത്ഥം. ഇന്ന് മഴ പെയ്യാൻ സാധ്യതയില്ല. നമ്മൾ സാധാരണ ഒരു കാർമേഘങ്ങളൊന്നും കാണുന്നില്ലെങ്കിലോ ഇന്ന് മഴ പെയ്യാൻ സാധ്യതയില്ല അങ്ങനെ പറയില്ലേ. പിന്നെ അതുപോലെ തന്നെ ഒരു ട്രെയിനൊക്കെ സാധാരണ സമയത്തിന് വരാത്ത ട്രെയിനുകൾ ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾക്ക് പറയാം ആ ട്രെയിൻ ഇന്ന് സമയത്തിനൊന്നും വരാൻ സാധ്യതയില്ല അങ്ങനെ പറയില്ലേ. അങ്ങനെയൊക്കെ സാധ്യതയില്ല എന്ന് പറയുന്നതിനാണ് ഈ അൺലൈക്ലി ഉപയോഗിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ അൺലൈക്ക് ആൻഡ് അൺലൈക്ലി വളരെ ഡിഫറൻ്റ് ആണെന്ന്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ കൂടി അത് നോക്കാം. ഫസ്റ്റ് വൺ, വി ആർ അൺലൈക്ലി ടു മീറ്റ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. നമ്മൾ അടുത്ത കാലത്തൊന്നും പെട്ടെന്ന് അടുത്ത ഭാവിയിലൊന്നും നമ്മൾ മീറ്റ് ചെയ്യാൻ, നമ്മൾ കണ്ടുമുട്ടാൻ സാധ്യതയില്ല. വി ആർ അൺലൈക്ലി ടു മീറ്റ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. അവിടെ അൺലൈക്ലി, നോട്ട് ലൈക്ലി എന്നാണ് അതിനർത്ഥം. നെക്സ്റ്റ് എക്സാമ്പിൾ, റിയ ഈസ് നോട്ട് വെൽ. ഷീ ഈസ് അൺലൈക്ലി ടു അറ്റൻഡ് ദ വെഡ്ഡിങ്. റിയയ്ക്ക് സുഖമില്ല, അപ്പോൾ അതുകൊണ്ട് വെഡ്ഡിങ്ങിന് വരാനും വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാൻ ഒരു സാധ്യതയുമില്ല അങ്ങനെ പറയില്ല നമ്മൾ. സാധ്യതയില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. റിയ ഈസ് നോട്ട് വെൽ, അവൾക്ക് സുഖമില്ല. ഷീ ഈസ് നോട്ട് ലൈക്ലി എന്നുള്ള മീനിങ്. ഷീ ഈസ് അൺലൈക്ലി ടു അറ്റൻഡ് ദ വെഡ്ഡിങ്, സാധ്യതയില്ല. ദ വെദർ ഈസ് അൺലൈക്ലി ടു ചേഞ്ച്. സാധാരണ ഒരു ഹോട്ട് ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ കുറച്ച് കാലത്തേക്കൊന്നും അത് ഇനിയിപ്പോൾ നമ്മൾക്കത് ചേഞ്ച് ചെയ്യാൻ, അതായത് ചൂടൊക്കെ ഒന്ന് കുറയാനുള്ള സാധ്യതയില്ല എന്ന് പറയില്ലേ. അതാണ് ദ വെദർ ഈസ് അൺലൈക്ലി ടു ചേഞ്ച്. കാലാവസ്ഥ ചേഞ്ച് ചെയ്യാൻ സാധ്യതയില്ല. ദിസ് ടീം ഈസ് അൺലൈക്ലി ടു വിൻ. ദിസ് ടീം, ഈ ടീം ജയിക്കാൻ ഒരു സാധ്യതയുമില്ല. ജയിക്കാൻ സാധ്യതയില്ല. നമ്മൾ ഓരോ ടീമിൻ്റെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ ഈ ടീം ജയിക്കാൻ സാധ്യതയില്ല എന്ന് പറയില്ലേ. അതാണ് ദിസ് ടീം ഈസ് അൺലൈക്ലി ടു വിൻ. ഇപ്പോൾ അൺലൈക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ടത്, അൺലൈക്ലി എങ്ങനെ ഉപയോഗിക്കേണ്ടത്, ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് മനസ്സിലായില്ലേ. ഇനി കുറച്ച് സെൻറ്റൻസസ്, ഒരു 4 സെൻറ്റൻസസ്, അത് ബ്ലാങ്ക് സ്പേസ് ഒക്കെ ഇട്ട് ക്വസ്റ്റ്യൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് ഞാൻ തരുന്നു. അതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ എഴുതണം. അൺലൈക്ക് ആണോ അൺലൈക്ലി ആണോ ആ ബ്ലാങ്ക് സ്പേസിൽ ഉപയോഗിക്കേണ്ടത് എന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് പറയാം. ചൂസ് ദ കറക്റ്റ് വേർഡ്. ഫസ്റ്റ് വൺ, ജിതിൻ ഈസ് ടോൾ ഡാഷ് ഹിസ് ബ്രദർ. ജിതിൻ അവൻ്റെ ബ്രദറിൻ്റെ പോലെ അല്ല, അവൻ ടോളാണ് എന്നാണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ്. അവിടെ ബ്ലാങ്ക് സ്പേസിൽ എന്താണ് വേണ്ടത്, അൺലൈക്ക് ആണോ അൺലൈക്ലി ആണോ എന്ന് എഴുതുക. നെക്സ്റ്റ് വൺ, ഇറ്റ്സ് സണ്ണി, ഇറ്റ് ഈസ് ഡാഷ് ടു റെയിൻ നൗ. ഇപ്പോൾ നല്ല സൂര്യപ്രകാശമുള്ള ഒരു സമയമാണ്, മഴ പെയ്യാൻ സാധ്യതയില്ല. നെക്സ്റ്റ് വൺ, ജോൺ വർക്ക്സ് ഹാർഡ് ഡാഷ് ഹിസ് ഫ്രണ്ട്സ്. ജോൺ നന്നായി വർക്ക് ചെയ്യും, അവൻ്റെ ഫ്രണ്ട്സിൻ്റെ പോലെ അല്ല. സൈമൺ ആൻഡ് റിനു ആർ സോ മച്ച് ഇൻ ലവ്, ദേ ആർ ഡാഷ് ടു സ്പ്ലിറ്റ്. സൈമൺ ആൻഡ് റിനു, അവർ വളരെയധികം സ്നേഹത്തിലാണ്, അവർ വേർപിരിയാനുള്ള ഒരു സാധ്യതയുമില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം കേട്ടോ.